ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന ഞായറാഴ്ചയാണ് ഈ സീസണിലെ ആദ്യത്തെ എൽ ക്ലാസിക്കോ മത്സരം അരങ്ങേറുന്നത്. റയൽ മാഡ്രിഡും FC ബാഴ്സലോണയും തമ്മിലുള്ള ലാലിഗ മത്സരം റയലിൻ്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ടാണ് അരങ്ങേറുക. ഏവരും ആകാംക്ഷപൂർവ്വം ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ് ഇത്. ഈ മത്സരത്തിന് മുന്നേ ബാഴ്സലോണ ക്യാമ്പിൽ നിന്നും ചില അപ്ഡേറ്റുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവർക്ക് സന്തോഷം നൽകുന്ന കാര്യം എന്തെന്നാൽ ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞ ഇപ്പോൾ പരിക്കിൽ നിന്നും മുക്തനായിക്കൊണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്, ടീമിനോടൊപ്പം തന്നെ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. എൽ ക്ലാസിക്കോ മത്സരത്തിൽ റാഫീഞ്ഞ ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. അത് അവർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. കൂടാതെ ഫെറാൻ ടോറസും പരിക്കിൽ നിന്നും മുക്തനായിക്കൊണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, റയലിനെതിരെ എപ്പോഴും മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ് റാഫീഞ്ഞ. കഴിഞ്ഞ സീസണിൽ റയലിനെതിരെ 4 മത്സരങ്ങളാണ് റാഫീഞ്ഞ കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 7 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ബാഴ്സലോണയ്ക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഹാൻസി ഫ്ലിക്കിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം കൂടി മാർക്ക ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റാർട്ടിംഗ് 11-ൽ 2 സംശയങ്ങളാണ് ഉള്ളത്. ഒന്ന് സെൻറ്റർ ബാക്കിൻ്റെ കാര്യത്തിലാണ്. അതായത് റൊണാൾഡ് അരോഹോയെ ഉൾപ്പെടുത്തണോ അതല്ലെങ്കിൽ എറിക് ഗാർഷ്യയെ ഉൾപ്പെടുത്തണോ എന്ന കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ ഇതുവരെ ഫ്ലിക്ക് എടുത്തിട്ടില്ല. മറ്റൊന്ന് ഈ പരിക്കിൽ നിന്നും മുക്തരായ താരങ്ങളുടെ കാര്യത്തിലാണ്. അതായത് സ്റ്റാർട്ടിംഗ് 11-ൽ ഫെറാൻ ടോറസിനെ ഉൾപ്പെടുത്തണോ അതല്ലെങ്കിൽ റാഫീഞ്ഞയെ ഉൾപ്പെടുത്തണോ എന്ന കാര്യത്തിൽ ഇതുവരെ ഫ്ലിക്ക് ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല എന്നാണ് മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നത്. മിക്കവാറും റാഫീഞ്ഞയ്ക്ക് തന്നെയായിരിക്കും നറുക്ക് വീഴുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും അദ്ദേഹം തിരിച്ചെത്തിയത് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. വരുന്ന ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം 8:45-നാണ് ഈ ഒരു എൽ ക്ലാസിക്കോ മത്സരം നടക്കുക. നിലവിൽ ലാലിഗ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് റയലാണ്. 9 മത്സരങ്ങളിൽ നിന്ന് 24 പോയിന്റുകൾ. ഇത്രയും മത്സരങ്ങൾ കളിച്ച FC ബാഴ്സലോണയ്ക്ക് 22 പോയിന്റുകളാണ് ഇപ്പോൾ ഉള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.